കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട ബാലു കഴക ജോലിയിൽ നിന്ന് രാജിവെച്ചു. തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഓഫീസിലേക്ക് താൽക്കാലികമായി മാറ്റപ്പെട്ട ബാലു ദീർഘാവധിയിലായിരുന്നു. രാജിക്ക് പിന്നാലെ ദേവസ്വം ബോർഡിനെയും തന്ത്രിമാരെയും വിമർശിച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ.ബി. മോഹൻദാസ് രംഗത്തെത്തി. വ്യക്തിപരവും ആരോഗ്യപരവുമായ കാരണങ്ങളാൽ രാജിവെക്കുന്നെന്ന് മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ കത്തിലുള്ളത്. ഓഫീസിൽ നേരിട്ടെത്തിയാണ് രാജി നൽകിയത്. ബാലുവിന്റെ രാജിയിലേക്ക് നയിക്കുന്നതിൽ ദേവസ്വത്തിനും തന്ത്രിമാർക്കും പങ്കുണ്ടെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ.ബി. മോഹൻദാസ് ആരോപിച്ചു. ബാലുവിനെ കഴകപ്രവൃത്തിയിൽ നിലനിർത്തണമായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ ദേവസ്വത്തിന് വീഴ്ച സംഭവിച്ചതായും മോഹൻദാസ് ആരോപിച്ചു. ബാലു രാജിവെച്ചാൽ അടുത്ത ഒഴിവ് ഈഴവ സമുദായത്തിന് സംവരണം ചെയ്തതാണെന്നും മോഹൻദാസ് പറഞ്ഞു. അതല്ലെങ്കിൽ തന്ത്രിയെ മാറ്റിയിട്ട് വേറെ തന്ത്രി വെച്ചുകൊണ്ട് ഈ ഉത്സവമോ അല്ലെങ്കിൽ മറ്റു ചടങ്ങുകൾ നടത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് കൂടൽമാണിക്യ ദേവസ്വം ചെയർമാനോട് ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. തന്ത്രിമാരുടെ സമ്മർദ്ദം മൂലമാണ് ബാലുവിനെ അഡ്മിനിസ്ട്രേറ്റർ താൽക്കാലികമായി മാറ്റിയതെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ C.K. ഗോപി വ്യക്തമാക്കി. പ്രതിഷ്ഠാദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഹകരിക്കില്ല എന്ന് രേഖാമൂലം കത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം തന്നെ 4:30 തന്ത്രിമാരുടെ ഒരു യോഗം മാനേജ്മെൻറ്റ് കമ്മിറ്റി അടിയന്തരമായിട്ട് വിളിച്ചു. ആ യോഗത്തിൽ ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു തന്ത്രിമാർ. പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ അവർക്കുള്ള അധികാരം ഉപയോഗിച്ച് ഒരു വർക്ക് അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതിയിൽ ഈ ബാലു എന്ന അദ്ദേഹത്തെ ഓഫീസിലേക്ക് താൽക്കാലികമായി മാറ്റം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം കാരായ്മ കഴകം പ്രവൃത്തി അവകാശം തങ്ങൾക്കാണെന്നും തങ്ങളുടെ തൊഴിൽ നിലനിർത്താൻ വേണ്ട നിയമ നടപടികൾ തുടരുമെന്നും സമസ്ത കേരള വാര്യർ സമാജം സംസ്ഥാന ട്രഷറർ V.V. ഗിരീശൻ പ്രതികരിച്ചു. വാര്യർ സമാജത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിലുണ്ടായിരുന്ന കാരായ്മ കഴകം പൂർണ്ണതയോടുകൂടി ഉറപ്പോടുകൂടി നിലനിർത്തുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി പരമാവധി ഏതറ്റം വരെയും നമ്മൾ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകും. ബാലുവിന്റെ രാജിയിലൂടെ പ്രശ്നങ്ങൾക്ക് അവസാനമാകില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. കഴകപ്രവൃത്തിയിൽ പകരം നിയമിക്കുന്നയാൾ ഈഴവ സമുദായമാണെങ്കിൽ തന്ത്രിമാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. റിപ്പോർട്ടർ, തൃശൂർ.